പപ്പാന്റെ കുട്ടികളോടെ കുട്ടികളെ കുറിച്ചാണ് മുട്ടായി കൊടുത്തേക്കണ്. നമുക്ക് എന്നും കൊണ്ടുവരുന്ന മുട്ടായി കിട്ടിയില്ല. സോസഞ്ചരി മുട്ടായി ഇപ്പൊ ഇവിടെ ഇതിപ്പാ അങ്ങാടി തന്നെ മരിച്ചു. ഞാൻ കൊടുക്കുകയും ചെയ്യും. അത് ഞാൻ അവിടെ പോന്നപ്പോ വാങ്ങിക്കൊടുന്ന ഇതൊന്നും ഇവിടെ ഇരുന്ന കുട്ടികൾക്ക് തുണി ഇപ്പൊ വാങ്ങിക്കൊടുക്ക്. ഒരു 100 ഒക്കെ അല്ലേ വരണ്ട്. ഇപ്പൊ ഓർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാനുള്ള പൈസ ഒക്കെ എന്റെ അടുത്തുണ്ട്. നിങ്ങളെ കാത്തിരിക്കാൻ ഞാൻ. നിങ്ങൾ രാവിലെ അങ്ങാടിക്ക് പോയിട്ട് ഇത് നിങ്ങളെ വെക്കി. നമ്മളെ ആദ്യം ഇങ്ങക്ക് പോയി ഒരു ഡ്രസ്സ് എടുത്താ ഓർക്ക് ഞാൻ നാളെ എടുത്ത് കൊടുത്തോളാം. എടാ ഇന്റെയൊക്കെ ഡ്രസ്സ് ഉണ്ടല്ലോ. ഞാനിപ്പോ പുതിയതൊക്കെ ഇട്ടിട്ട് എങ്ങോട്ട് പോവാനാ? ഇന്റെയൊക്കെ ഉണ്ടാകും. അതൊന്നും സാധിച്ചപ്പാ. എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കണം. നിങ്ങൾ വന്നാൽ നിങ്ങൾ തുണി ഇപ്പൊ മാറ്റി. അത് വേണ്ടടാ. അത് പറ്റൂല. നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാം. നിങ്ങള് വലിയ കടയിലൊക്കെ പോകുമ്പോ തോനെ പൈസ ആവൂലേ? അതൊന്നും കുഴപ്പമില്ലപ്പാ. എന്റെ ചങ്ങാതിന്റെ കട ഉണ്ട്, അതിൽ പോയി വെക്കാൻ പറയും. റോഡ് സൈഡിൽ നിർത്താൻ മതി. നമ്മൾ ആദ്യം എന്റെ സ്നേഹത്തിന്റെ ഒരു കട ഉണ്ട്, ആ കടയിൽ പോയി നോക്കുക. അവിടെ വില ജാസ്തി ആണെങ്കിൽ നമുക്ക് റോഡ് സൈഡിൽ നിന്ന് എടുക്കാം. ആ പോരെ. നിങ്ങൾ വില ഏറുന്നല്ലോ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം. ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എന്താ ആ സമതോ, ഞാൻ പിന്നെ വിളിച്ചതേ, ഞാൻ ഇപ്പാനായിട്ട് എൻ്റെ കടയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പാക്ക് കാണിച്ചു കൊടുക്കുന്ന ഡ്രസ്സിന് പരമാവധി വില കുറച്ച് പറഞ്ഞാൽ മതി. ഒന്നും ഉണ്ടായിട്ടില്ല, എന്നാലും ഇപ്പം എടുക്കുള്ളൂ. ആയിക്കോട്ടെ. ശരി, ആയിക്കോട്ടെ കുഴപ്പമില്ല. അത് ഞാൻ അങ്ങനെ ചെയ്തോളാം ട്ടാ. ആയിക്കോട്ടെ. എപ്പോഴും വരിക? അജ അവിടെ ഉണ്ടാവില്ലേ? ആയിക്കോട്ടെ, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ വരും. എന്നായി ഞാൻ ഉണ്ടാവും. ഇജ്ജ് പോര്. ആയിക്കോട്ടെ. അമീറ, ആ ലേഡീസിന് നോക്കടാ, മാക്സിമം കാണിച്ചെടുത്താ. പുറത്താ കുട്ടികളെ നോക്ക്. പുറത്തെ കുട്ടികളാ ആ സാധനം എടുത്താ. പച്ചി, നമുക്ക് ഡ്രസ്സൊക്കെ നാളെ പോട്ടാ. ഇപ്പൊ പാനായിട്ട് പോയിക്കാണ്ട് വരട്ടാ. ഇപ്പൊ വരി ഓരോ ഞാൻ പറഞ്ഞു. ഓരോ നാളെ തുറക്കാം. കുട്ടികൾക്ക് നാളെ ഇറക്കട്ടാ. എന്നാ വരി നിങ്ങള് വരി. നിച്ചി വണ്ടി വരിപ്പാ. സ്നേഹിതന്റെ കടയാണ്. അവിടെ തോനെ പൈസ ആവൂലേ? സമ്മതൂടാ അപ്പൊ വരിപ്പാ. സമ്മതോ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഇപ്പാക്ക് ആയിക്കോട്ടെ. ഷർട്ടും 2 തുണിയൊക്കെ വാങ്ങും. ഞാൻ എടുത്തരാം കേട്ടാ. ഇവിടെ ഇരിക്കുങ്ങള്. പുതിയ ഷർട്ടൊക്കെ വന്നിട്ട് എടുത്ത് കാണിച്ചു തരാം. ഒന്ന് നോക്കിട്ടാ. നിങ്ങൾക്ക് പറ്റിയ ഷർട്ടുകളുണ്ട്. ഷർട്ട് എടുത്താ ഞാൻ പറഞ്ഞില്ലായിരുന്നു. ആ ഷർട്ട് എടുത്താ. അതന്നെ ഇപ്പൊ വന്ന പുതിയ മോഡലാ. നിങ്ങൾക്ക് പറ്റിയ സാധനം. പ്രായമുള്ളവർക്ക് ഇതിലേതാ വേണ്ടി നോക്കണേ. നിങ്ങൾക്ക് ഏതാ പറ്റിയെന്ന് വെച്ചാല് പറ്റിക്കണ. അല്ലടാ, തോനെ പൈസ ആവൂലേ? ഇപ്പാ തോനെ പൈസ ഒന്നും ആവില്ല. ഇപ്പൊ സാധാരണഗതിയിൽ ഷർട്ട് എടുക്കാൻ 10-200 റുപ്യ ആവും. ഇത് നമ്മളേ ഒരു ഷർട്ട് വാങ്ങിയ ഷർട്ട് ഫ്രീയാ. ആകെ 400 രൂപ വിലയുള്ളൂ. അത് ഞാൻ സ്പെഷ്യൽ ഓഫറുള്ളതാണിത്. വേണ്ടപ്പെട്ട ആളുമല്ല നിങ്ങളെ മോനെ. അപ്പൊ ഞാൻ അങ്ങനെ ഇട്ടാണ്. നിങ്ങൾ നോക്കി ഇഷ്ടപ്പെട്ടിക്കണമെങ്കിൽ നിർത്തോളി ട്ടാ. ഈ വിലക്ക് എവിടെയും കിട്ടൂല. 400 റുപ്യക്ക് 2 ഇഷ്ടായാ പറ്റിക്കണപ്പാ. ഇതിന് വില കൂടിയത് വേണോ? ആയിക്കോട്ടെ. ഈ ബാൻഡ് മതി. പിന്നെ അതിന് ആ വില ഉള്ളൂന്നുണ്ടെങ്കിലേ ഒരു 2 ജോഡി കൂടി ഏറെ വാങ്ങിക്കോ. ആയിക്കോട്ടെപ്പാ. എന്റെ സ്നേഹിതന് നാരായണനും ജോണിനും കൊടുക്കാൻ വെച്ചിട്ടാണ്. ആയിക്കോട്ടെ, സന്തോഷല്ലേ. ഓലൊക്കെ ഓരോരോ പരിപാടി ഉണ്ടാവുമ്പോ ഉപ്പാക്ക് കൊടുന്നേരണ്ടല്ലേ. ആയിക്കോട്ടെ. ഉപ്പാക്ക് ഓർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ആയിക്കോട്ടെ, നമുക്ക് വാങ്ങാം. സമ്മതോ,
ഉപ്പാക്ക് പറ്റിയ കളർ ഏതാ വെച്ചാല് ഈ 2 ജോഡി ലൈറ്റ് കളർ ഉണ്ട് പിന്നെ ഡാർക്ക് കളർ ഉണ്ട്. ഏതാ വേണ്ടി? ഇത് മതിയിലടാ. എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കണേ. നിങ്ങൾക്ക് ഇത് എത്ര ജോഡി എക്സ്ട്രാ എടുക്കണ്ടേ? 2 ജോഡി 2 ജോഡി 4 സെറ്റിലെ. പിന്നെ ആ തുണി പറഞ്ഞില്ലേ, ആ തുണി ഒരു 3 തുണി വെച്ചാണ്. 3 തുണി തുണി എടുത്തോട്ടാ. എടുത്തില്ല. ആ ഇതേ തന്നെ. ഇതല്ലേ ഇപ്പോൾ പറഞ്ഞേ? ഇത് 3 അല്ലേ? ഇത് പാക്ക് ചെയ്തേട്ടാ. ഈ ഷർട്ട് പാക്ക് ചെയ്തോളാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നേരാക്കി കായടാ സമുദോ. അത് എത്രയായി ബില്ലേ? അത് 4 ഷർട്ടിലടാ. 4 ഷർട്ട് 1003 2600. പിന്നെ വേറെ എന്തിന് തുണി 3 തുണി അല്ലേ? അപ്പൊ 1200 3800 കേട്ടാ. 3800 അല്ലേ? അല്ല സ്കറേ, അതെന്താ ഇപ്പൊക്കെ അതിന്റെ വില കുറച്ച് പറയാൻ പറഞ്ഞു. ഇപ്പൊക്കെ വില ശരിക്കും പറഞ്ഞിട്ട് ഇപ്പൊ സന്തോഷാവൂലേ സമതേ? അത് എന്താ വെച്ചാൽ എന്റെ ഉപ്പാന്ന് പറഞ്ഞ അനക്കാരുണ്ടല്ലേ, ഓല് പഴയ ആൾക്കാരല്ലേ. ഇപ്പൊ വില കൂടിയെന്ന് പറഞ്ഞ മൂപ്പര് എടുക്കൂല. അത് എടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ എന്നോട് വില കുറച്ച് പറയിട്ടാന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് സാധനം 4 എടുത്തില്ലേ? അതൊന്ന് ആലോചിച്ച ആയ കാലം നല്ലോണം കഷ്ടപ്പെട്ട് ഞമ്മളെ നോക്കിയതാ. ഞമ്മളെ പെണ്ണടിച്ച് ഞമ്മളെ കാലം കഴിഞ്ഞപ്പോ പേരക്കുട്ടികളെ വെച്ചിട്ട് ജീവിക്കണം. ഓലെ കാര്യങ്ങൾ ഓല് നോക്കലില്ല. അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാണ്. വളരെ നന്നായിടാ. ഇതൊന്ന് ആലോചിച്ചൊക്കെ നമ്മളൊക്കെ എത്രയോ കാലം പോറ്റി വളർത്തി നമ്മളെ രക്ഷിതാക്കള്. ഞമ്മക്ക് നമ്മളെ ഭാര്യ എന്ന് പറയുന്നത് നമ്മൾ കല്യാണം കഴിക്കുന്ന അന്നു മുതലേ കാണുന്നുള്ളൂ. മക്കള് എന്ന് പറഞ്ഞാല് പിന്നെ കല്യാണം കഴിഞ്ഞ് കുട്ടികളാകുമ്പോഴേ കാണുന്നുള്ളൂ. പക്ഷെ രക്ഷിതാക്കൾ എങ്ങനല്ല, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ അവരെ കാണുകയാണ്. അപ്പൊ അവരെ എത്രത്തോളം കാലം നമ്മളെ കൂടെ അവർ ജീവിക്കുന്നുണ്ടോ, അല്ല അവർ നമ്മളെ കൂടെ ജീവിക്കുന്ന അത്രയും കാലം നമ്മൾ പൊന്നുപോലെ നോക്കണം. അതെനിക്ക് വളരെ ഇഷ്ടമായി. സന്തോഷം. ആയിക്കോട്ടെ, ഞാൻ പോട്ടെന്നാലേ. അതിൽ ഇന്റെ വക ചെറിയൊരു ഡിസ്കൗണ്ട് തരുന്നുണ്ട്. തീർച്ചയായും ആയിക്കോട്ടെ സമയം. എന്നായിക്കോട്ടെ സമയം. ഞാൻ ഇപ്പാനോട് വണ്ടിയിൽ എത്തിക്കാണ്ട് പോകുന്നതാണ്. ആയിക്കോട്ടെ, ഞാൻ പോട്ടെ. പിന്നെ അഡ്വാൻസ് ആയിട്ട് ഈദ് മുബാറക് ആയി തുടങ്ങിയല്ലോ. ആയിക്കോട്ടെ.